എനിക്ക് സയന്റിഫിക്കലി ഒരു സ്ത്രീയെ ഭോഗിക്കാം. സയന്റിഫിക്കലി എൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്. ഇത് പറയുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആവും. എൻ്റെ മകളൊരു സ്ത്രീയാണ്, എനിക്കത് ഭോഗിച്ചുകൂടെ? മനസാക്ഷി പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരച്ഛനും മകളും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത്, വിവാഹം കഴിച്ച് ജീവിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കും എൻ്റെ മകൾക്കും പ്രശ്നമില്ല. സാറിന് എതിർക്കാൻ പറ്റുമോ? ഇങ്ങനെ നീ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത്, നിന്റെ അമ്മയെ എങ്ങനെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം എടുക്കണം. അതല്ല, നിങ്ങൾക്ക് അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയുന്നത് ഞാൻ എടുക്കണം. മൃഗത്തെ ഭോഗിക്കാൻ പോലും ഒരു 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 ഭാഗത്ത് സപ്പോർട്ട് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം അതവരുടെ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് വരുന്നൊരു സമൂഹം ഇനി ഇവിടെ വരാൻ പോകുന്നുണ്ട്. നിന്റെ വീട്ടിൽ വെക്കുന്ന ഒരു കറിക്ക് മണമുണ്ടെങ്കിൽ ആ മണം എവിടെ എത്ര അയല വീട്ടിലെത്തുന്നു ആ അയലത്തുള്ള ആളുകൾക്ക് കൊടുക്കാതെ കഴിക്കരുത് തന്നെ പഠിച്ചു. അയലത്തുള്ളവൻ മുസ്ലിം ആണെന്ന് നോക്കി കൊടുക്കണമെന്നോ, ഹിന്ദു ആക്കി നോക്കി കൊടുക്കണമെന്നോ, ക്രിസ്ത്യനാക്കി നോക്കി കൊടുക്കണോ, ജൈനനോ ബുദ്ധനോ ഈഴാനെന്നോ പോലെയെന്നോ നോക്കി കൊടുക്കണമെന്നല്ല പഠിച്ചിട്ടുള്ളത്. അവിടെ നിന്റെ അയൽക്കാരന് കൊടുക്കണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിശ്വാസമൊന്നും ഇല്ലെന്ന് ചിലർ പറയുന്നതൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറയും, ചിലർ പറയും നിരീശ്വര പ്രസ്ഥാനം പറയും. എനിക്ക് അതിൽ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ ഇല്ല. ചില ആളുകൾ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ ഉണ്ട്. പക്ഷെ കമ്മ്യൂണിസത്തിൽ ശരിക്കും വിശ്വാസം ഇല്ല എന്നാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത്. പറയുന്നത് കേട്ടോ. മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുന്ന ഭയം എനിക്ക് ഞാൻ പറഞ്ഞില്ല, പേടിയാണ് അദ്ദേഹത്തെ. ഒരു ഇന്റർവ്യൂ പോലും എനിക്ക് ചെയ്യണമെന്നുള്ള പേടിയാണ്. മനസ്സിലായി? അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ചിരിച്ച മുഖം പോലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അത് ചിലപ്പോൾ വ്യക്തി അദ്ദേഹത്തിന് വന്ന വഴികളായിരിക്കും, ചിലപ്പോൾ ഊരി പിടിച്ച വാളിന്റെ ഇടയിലൂടെ വന്നതുകൊണ്ടായിരിക്കാം, അദ്ദേഹം വന്ന വഴികൾ അത്രയും കഠിനമായതുകൊണ്ടായിരിക്കാം.